സ്വിഫ്റ്റിൽ ബാഡ് റോഡ്സിലെ പെർഫോമൻസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇതിൻ്റെ സസ്പെൻഷൻ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനായിട്ട് നമ്മൾ കാർ സ്റ്റെബിലൈസർ പ്രോ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകണം. നമുക്ക് ഏതെല്ലാം അങ്ങോട്ടൊന്ന് പോയി നോക്കാം. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വന്നിരിക്കുന്നത് ടയർ ഗൈസിലാണ്, എടപ്പള്ളിയിലാണ്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വന്നപ്പം എല്ലാവർക്കും ഉള്ള ഡൗട്ട് പോലെ ഞാനും കുറച്ച് ഡൗട്ടുകൾ ഇതിൻ്റെ ഷോപ്പിൻ്റെ ഓണറോട് തന്നെ ചോദിച്ചു. ജയഗോപൻ ചേട്ടനാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കാം എന്തൊക്കെയാണ് എൻ്റെ സംശയങ്ങൾ, നിങ്ങളോടൊന്ന് കേൾക്കത്. ചേട്ടാ നമ്മളിപ്പോൾ ഈ കാർ സ്റ്റെബിലൈസർ പ്രോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു, ഇൻസ്റ്റലേഷൻ എല്ലാം കഴിഞ്ഞു. അപ്പം എനിക്ക് തോന്നിയത്, അതായത് നമ്മുടെ ഷോക്ക് അബ്സോർബറിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സസ്പെൻഷൻ പൂർണ്ണമായിട്ട് ഇത് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും പിന്നീട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള അലൈൻമെൻറ്റ് ഇഷ്യൂസോ അല്ലെങ്കിൽ ടയേഴ്സിന് ഇതുമായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും ഇഷ്യൂസോ വരാൻ സാധ്യതകളായിട്ട് ആരെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആരും എൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ വരാനുള്ള ചാൻസേ ഇല്ല. ഓക്കെ. കാരണം ഇത് കോയിൽ സ്പ്രിങ്ങിൻ്റെ ഇടയ്ക്ക് വെക്കുന്ന അതിൻ്റെ കോയിൽ സ്പ്രിങ്ങിൻ്റെ വൈബ്രേഷൻ സപ്രസ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ്. ഓക്കെ. അപ്പോൾ അത് വെച്ചുകൊണ്ട് അലൈൻമെൻറ്റുമായിട്ട് ഇതിന് ഒരു ബന്ധമില്ല, അലൈൻമെൻറ്റിലൊന്നും ഒരു വ്യത്യാസം വരത്തില്ല. ബന്ധമില്ല. ഓക്കെ. അപ്പം ഈ വീൽ അലൈൻമെൻറ്റ് ഇൻ്റർവെൽസ് പെട്ടെന്നൊന്നും ചെയ്യേണ്ട കാര്യമൊന്നും ആവശ്യമില്ല. കാരണം ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോയിൽ സ്പ്രിങ്ങിൻ്റെ സസ്പെൻഷൻ കുറച്ച് കൺട്രോൾ ചെയ്യും. ഓക്കെ. അപ്പോൾ ബോഡി റോള് കുറയും, നമുക്ക് വൈബ്രേഷൻ കുറയും. അപ്പം അലൈൻമെൻറ്റുമായിട്ട് യാതൊരു ബന്ധമില്ല. അതിൻ്റെ അലൈൻമെൻറ്റ് ആംഗിൾസ് ഒക്കെ ഒരു കുഴപ്പമില്ലാതെ തന്നെ ഇരിക്കും. അപ്പം ഇത് സാധാരണ എൻ്റെ വണ്ടി കൊണ്ടുവന്ന പോലെ പല വണ്ടികളും ചെയ്യാറുണ്ടോ? ആവശ്യം പോലെ വണ്ടികൾ ചെയ്യാറുണ്ട്. ഇതുവരെ ഒരു കംപ്ലൈൻറ്റും പറഞ്ഞിട്ടില്ല. ഇനിയും പലരും ആവശ്യപ്പെട്ട സംഭവം, കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നു, കുറച്ച് പേര് നമുക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിരുന്നു. അതായത് ജെനുവൻ ആയിട്ടുള്ള ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയണമെന്നുള്ളത്. അതിനായിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ തൊട്ട് മുമ്പ് കാണിച്ച ഷോർട്സ് ഒക്കെ എടുത്തിട്ട് ഇപ്പോൾ 2.5 മാസത്തോളമായി നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത്രയും ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാലയളവിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എനിക്ക് പേഴ്സണലി ജെനുവിൻലി തോന്നിയ എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത്. സോ ബേസിക്കലി ഞാൻ എൻ്റെ കാറിൽ കാർ സ്റ്റെബിലൈസർ പ്രോ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് വിചാരിച്ചത് തന്നെ എൻ്റെ കാറിൻ്റെ ബാഡ് റോഡ്സിലെ മോശമായ പെർഫോമൻസ് കൊണ്ട് തന്നെയാണ്. സ്വിഫ്റ്റിൻ്റെ സസ്പെൻഷൻ മോശമാണ് എന്ന് മീൻസ് ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ കമൻസ് കുറേ വന്നിരുന്നു. മോശം ഞാൻ ഉദ്ദേശിച്ചത് ബാഡ് റോഡ്സിലെ പെർഫോമൻസ് ആണ്. നല്ല സോഫ്റ്റ് സസ്പെൻഷനാണ്, നല്ല റോഡ്സിൽ നല്ല പെർഫോമൻസ് തന്നെയാണ് സ്വിഫ്റ്റിൻ്റെ സസ്പെൻഷൻ കാഴ്ചവെക്കുന്നത്. പക്ഷേ ബാഡ് റോഡ്സിൽ പോകുമ്പം, അതായത് ഇപ്പം ടാറിങ് നടക്കുന്നിടത്തോടെ പോകുമ്പോഴോ അല്ലെങ്കിൽ ചെറിയ ഗട്ട് റോഡ്സിലൊക്കെ പോകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. നമുക്ക് പയ്യെ എടുത്തേ പോകാൻ തോന്നുള്ളൂ. അല്ലെങ്കിൽ വണ്ടിയായിട്ട് പണിയെടുപ്പിക്കുന്ന പോലെ, സസ്പെൻഷന് പണി കൊടുക്കുന്ന പോലെ ഒരു നെഞ്ചിടിപ്പ് ഫീൽ ചെയ്തില്ലേ, ആ ഒരു സംഭവം തോന്നാറുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു എനിക്ക് മെയിൻ കൺസേൺ. അതുകൊണ്ടാണ് ഞാൻ ഇതിടണമെന്ന് വിചാരിച്ചത്. ആ ഒരു സംഭവം മാറി കിട്ടി. എൻ്റെ മെയിൻ ആവശ്യം അതായിരുന്നു. അതായത് പല സിനേറിയോസിലും എനിക്കത് പെട്ടെന്ന് ഫീൽ ചെയ്തു. ആദ്യത്തെ ആഴ്ചയാണ് ഫീൽ ചെയ്തത്. ഇപ്പം പ്രത്യേകിച്ച് ഫീൽ ചെയ്യുന്നില്ല, കാരണം സ്ഥിരം ഇത് യൂസ് ചെയ്ത് ഇങ്ങനെ ശീലമായി. ഇപ്പോൾ ഇതിന് അഴിച്ചു മാറ്റിയാൽ ചിലപ്പോൾ ഫീൽ ചെയ്യുമായിരിക്കും. കാരണം ബാഡ് റോഡ്സിൽ ഞാൻ നല്ല 1-2 കുഴി ചാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുഴി ചാടിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ എന്നാൽ ഞാൻ ആദ്യം ഫസ്റ്റ് കുഴി ചാടിയപ്പോൾ ഞാൻ വിചാരിച്ചത് എന്നാൽ അത് നല്ല പ്രോപ്പർ ആ കുഴിയിൽ കൂടെ അല്ലായിരിക്കും, ആ പോത്ത് ഹോളിൽ കൂടെ പ്രോപ്പറായിട്ട് വീണില്ലായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് വണ്ടി. പക്ഷേ വീണ്ടും ചാടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ പെർഫോമൻസ് ആണെന്നുള്ളത്. അത് എനിക്ക് മാത്രമല്ല, എൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ചോദിച്ചു, ചേട്ടാ ഇത്രയും വലിയ കുഴി ചാടിയിട്ടും സ്വിഫ്റ്റിനൊരു കുലുക്കോ ഇല്ലല്ലോ. ഒരു കുലുക്കോ ഇല്ലെന്നല്ല, കമ്പാരിറ്റീവ്ലി ഒരു കുലുക്കോ ഇല്ലെന്ന് തന്നെ പറയാൻ പറ്റും ശരിക്കും. അപ്പോൾ അത്രയും വ്യത്യാസം എനിക്ക് ഇതിൽ ഫീൽ ചെയ്തു, ആ ഒരു പോത്ത് ഹോൾസിൽ പോകുന്ന പെർഫോമൻസിൽ. ആ ഒരു സംഭവത്തിലാണ് എല്ലാവർക്കും ഡൗട്ടുള്ളത്. കാരണം ഒരു ചെറിയൊരു റബ്ബറിൻ്റെ പീസല്ലേ ഇത്, അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വെയിറ്റുള്ള വണ്ടി ചെറിയൊരു റബ്ബറിൻ്റെ പീസാണ്, പക്ഷേ അതിൻ്റെ ഒരു ക്വാളിറ്റി തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. അത് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ വേറെ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, അതുകൊണ്ട് ക്വാളിറ്റി വ്യത്യാസമൊന്നും എനിക്കറിയില്ല. ഏതായാലും ഇതെനിക്ക് നല്ല രീതിയിൽ, എന്ന് വെച്ചാൽ നമ്മുടെ സസ്പെൻഷൻ ആക്ട് ചെയ്യുമ്പം അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നല്ല പ്രോപ്പർലി പറയേണ്ടത്, അതിനെ കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആക്കുക, സസ്പെൻഷൻ അടിപ്പ് കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആക്കുക. ആ ഒരു സംഭവം എനിക്കിതിൽ ഫീൽ ചെയ്തു. എന്തായാലും ആ ഒരു കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. ബാക്കി കിട്ടിയതൊക്കെ ബോണസായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ബാക്കി കുറേ ഫീച്ചേഴ്സ് ഇതിൽ പറയുന്നുണ്ട്. അതായത് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുമെന്ന് പറഞ്ഞത് എനിക്ക് വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്തോ എന്ന് എനിക്കറിയില്ല. കാരണം ഓൾറെഡി ഞാൻ എൻ്റെ ടയേഴ്സ് ഒന്ന് ചേഞ്ച് ചെയ്തായിരുന്നു. അപ്പോൾ പ്രൊഫൈൽ 80 പ്രൊഫൈലിൽ നിന്ന് 65 പ്രൊഫൈലിലോട്ടായി. അപ്പം ടയറിൻ്റെ ഇത് കുറഞ്ഞു, വോൾ ഹൈറ്റ് കുറഞ്ഞു. അപ്പം ഓൾറെഡി ഒരു 15 mm വണ്ടിയുടെ ഹൈറ്റ് കുറഞ്ഞു. മീൻസ് ഒരു 1.5 സെൻറ്റിമീറ്റർ. ആ ഒരു കുറഞ്ഞ സംഭവം തന്നെ വീണ്ടും കയറി കാണും. അല്ലാതെ എനിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വലിയൊരു വ്യത്യാസമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇവർ പറഞ്ഞു ഉറപ്പായിട്ടും ഗ്രൗണ്ട് ക്ലിയറൻസ് വ്യത്യാസമുണ്ടെന്ന് ഇട്ട സമയത്ത് പറഞ്ഞായിരുന്നു. എന്നോട് ഇട്ട സമയത്ത് ചോദിച്ചു, ഗ്രൗണ്ട് ക്ലിയറൻസ് ആണോ കൂടുതൽ വേണ്ടത്, കംഫർട്ടാണോ കൂടുതൽ വേണ്ടത്? ഞാൻ കംഫർട്ടാണ് കൂടുതൽ ചൂസ് ചെയ്തതും. കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതൽ വേണമെങ്കിൽ അവർ എന്തോ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്, അതിലെന്തോ മെഷർമെൻ്റ് ഒക്കെ എടുത്തിട്ടാണ് അവർ ചെയ്യുന്നത് കണ്ടത്. ഏതായാലും എൻ്റെ ഉദ്ദേശം നടന്നു. ഓക്കെ, ഇനി അടുത്ത മെയിൻ കാര്യം ബോഡി റോളിങ്.
ബോഡി റോളിംഗ് സ്വിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ബോഡി റോളിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം വലുതായിട്ട് ഇല്ലാത്തൊരു വണ്ടിയാണ്. നല്ല ഓടിക്കുമ്പോൾ നല്ല കംഫർട്ടൊക്കെ കിട്ടുന്ന വണ്ടിയാണ്. പക്ഷേ ഇത് ഇട്ടതിന് ശേഷം അതിലും കൂടുതൽ കംഫർട്ട് കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. മീൻസ് ബോഡി റോളിങ്ങിൽ മീൻസ് കോർണേഴ്സ് എടുക്കാൻ കുറേ കൂടെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ സ്ട്രെയിറ്റ് റോഡ്സ് പ്രിഫർ ചെയ്യുന്ന ആളായിരുന്നു. സ്ട്രെയിറ്റ് റോഡ്സിൽ മീൻസ് ഒരു ലോങ് പോകുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ്. ഇപ്പം കൊച്ചി ഒക്കെ ഞാൻ പോകുമ്പോൾ കൂടുതലും നമ്മുടെ പുനലൂർ മൂവാറ്റുപുഴ റോഡ് ഫുൾ കേർവ്സ് ആണ്. അല്ലെങ്കിൽ കോട്ടയം റോഡ്, ആലപ്പുഴ റോഡ് പണി നടക്കുകയാണ് എങ്കിലും പോകാനൊക്കെ പറ്റും. എങ്കിലും കേർവ്സ് കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായത് നേരത്തെ പോലെ അല്ല. എനിക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസം, കോർണേഴ്സൊക്കെ നമുക്ക് അത്യാവശ്യം കോൺഫിഡൻ്റ് ആയിട്ട് കുറച്ചുകൂടെ സ്പീഡിൽ എടുക്കാൻ പറ്റുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതായത് ആ ഇട്ട സമയത്ത് നമുക്ക് നല്ല വ്യത്യാസം ഫീൽ ചെയ്യും. പിന്നെ അത് ശീലമായി പോകും. പിന്നെ അതുകൊണ്ട് വ്യത്യാസമോ വാവ് ഫാക്ടറോ ഒന്നും തോന്നുന്നില്ല. എങ്കിലും നോർമൽ ഒരു സ്വിഫ്റ്റ്, നമ്മൾ ഇത് ഇല്ലാത്തൊരു സ്വിഫ്റ്റ് മാറി ഓടിക്കുമ്പോൾ നല്ല രീതിയിൽ മനസ്സിലാവും. അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. വേറൊരു വണ്ടി ഞാൻ ഓടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലായി. എൻ്റെ വണ്ടി ഇങ്ങനെ അല്ലല്ലോ ആക്ട് ചെയ്യുന്നത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വീഡിയോ ഇടാൻ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് തന്നെ അത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പറയാനായിട്ട് പറ്റി. പിന്നെ ഇതിനൊരു 1 month ബൈബാക്ക് പോളിസി ഉണ്ട്. ബൈബാക്ക് അല്ല, റിട്ടേൺ പോളിസി ഉണ്ട്. ഒരു മാസം നിങ്ങൾ ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാം. എന്തായാലും ആദ്യത്തെ ആഴ്ച തന്നെ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ തിരിച്ചു കൊടുക്കണമെങ്കിൽ തിരിച്ചു കൊടുക്കാമല്ലോ എന്നുള്ളൊരു തോട്ടിൽ ആണ് ഞാനിത് ഇട്ടത്. പക്ഷേ തിരിച്ചു കൊടുക്കാൻ തോന്നുന്നില്ല. തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ വണ്ടിയിൽ പഴയ പോലെ പോകുമ്പോൾ ബുദ്ധിമുട്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഇതൊരു ഹാച്ച് ബാക്കിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഡസ്റ്ററിലും ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ഞാൻ അധികം ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. എനിവേയ്സ്, ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്. എൻ്റെ പ്യൂർലി ജെനുവിനായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഇത്. ഇനിയും ആളുകൾക്ക് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇതിട്ട് കഴിഞ്ഞാൽ സസ്പെൻഷന് പണിയാകുമോ, ഷോക്കൊക്കെ മാറ്റേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കത് മനസ്സിലാവുന്നില്ല. എന്തായാലും ഷോക്കൊക്കെ ഒരു സമയമാകുമ്പോൾ മാറ്റണമല്ലോ. ആ ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ ഷോക്ക് പോകുന്നത്, എനിക്കറിയില്ല. എന്തായാലും നമുക്കതൊക്കെ നോക്കാം. പിന്നുള്ള ഡൗട്ട് പറഞ്ഞത് കമ്പനി എന്തുകൊണ്ട് ഇത് പിന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. ആദ്യമേ ഇത്രയും നല്ലതായിട്ട് ആക്ട് ചെയ്യുമെങ്കിൽ എന്തുകൊണ്ട് കമ്പനി ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. പിന്നെ വേറൊരു ഡൗട്ടാണ് ഈ ഒരു റബ്ബറും കഷ്ണത്തിന് ഇത്രയും പ്രൈസ് വന്നത്. കാരണം ഇതിനൊരു 7,000 to 10,000 റേഞ്ചൊക്കെയാണ് പ്രൈസ് വരുന്നത്. ഇതിന് 8,000 റുപ്പീസ് ആയിരുന്നു. അപ്പോൾ ഇതിനൊക്കെ ഇത്രയും പ്രൈസ് വരുന്നത് 4 പീസസ് ഉണ്ട് കേട്ടോ. ആ ഒരു പീസിൻ്റെ ക്വാളിറ്റി തൊട്ട് നോക്കിയാൽ തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്ന് മനസ്സിലാവും. പക്ഷേ എനിക്ക് അതിൻ്റെ ടെക്നിക്കൽ ടേംസ്, അതിൻ്റെ കെമിക്കൽ കോമ്പൗണ്ട്സ് എന്തൊക്കെ യൂസ് ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീലർഷിപ്പിൽ തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. ഏതായാലും ഞാനൊന്ന് അവിടെ പോകുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ജെനുവിനായിട്ടുള്ള എക്സ്പീരിയൻസ്. ഇനി നമുക്ക് നിങ്ങളുടെ ബാക്കി ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് ഡീലർഷിപ്പിലേക്ക് പോകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ നിന്ന് നമുക്ക് കിട്ടിയ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ടെക്നിക്കൽ സൈഡ് അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് അറിയാൻ നമ്മൾ കേരളത്തിൽ ഡിസ്ട്രിബ്യൂട്ടർ എടുത്ത് നമ്മൾ വന്നിട്ടുണ്ട്. കൊച്ചിയിലാണുള്ളത്. അപ്പം അൻസൽ അബൂബക്കർ ബ്രോയോട് നമുക്ക് ചോദിക്കാം. നമുക്ക് അദ്ദേഹത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പോൾ നമുക്ക് അൻസൽ ബ്രോയോട് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കാം. നമ്മുടെ കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു ഇവർക്ക്. ഹായ് ബ്രോ. അപ്പം നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾക്ക് കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് സസ്പെൻഷന് കംപ്ലൈൻറ്റ് വരില്ലേ, അതുപോലെ കുറേ ഡൗട്ട്സ് ഉണ്ട്. നമ്മുടെ കമൻസിൽ ഏകദേശം 7 ലക്ഷത്തോളം ആൾക്കാർ വീഡിയോ കണ്ടു. അപ്പോൾ അതിനകത്ത് ഒത്തിരി കമൻസ് വന്നു, നെഗറ്റീവ് കമൻസ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതിനകത്ത് കുറേ പേർക്ക് സംശയമുള്ളൊരു കാര്യമുണ്ട്. അതിൽ മെയിൻ ഒരു സംശയമായിരുന്നു ഇതിൻ്റെ സസ്പെൻഷൻ ഇഷ്യൂ വരില്ലേ എന്നുള്ളത്. അതായത് സ്വിഫ്റ്റിൻ്റെ സസ്പെൻഷൻ വേഗം മാറാൻ റെഡി ആയിക്കോ, ഇത് പെട്ടെന്ന് പോകും എന്നുള്ള കമൻസ് ഒക്കെ വന്നു. അപ്പം ആ ഒരു കാര്യം എനിക്കും ഡൗട്ട് തോന്നി. അപ്പം അതൊന്ന് ചോദിക്കണമെന്നുണ്ട്. അപ്പോൾ അതിന് എന്താണ് പറയാനുള്ളത്? ഓക്കെ, ആദ്യം തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് വിശ്വസിക്കണം. ഞങ്ങൾ തള്ളിയിട്ടല്ല ബിസിനസ് ചെയ്യണത്. അങ്ങനെ ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റില്ല. എത്ര വർഷമായി ഇപ്പൊ ഈ പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ട് 10 വർഷമായി. നമ്മൾ മാർക്കറ്റിൽ ഇപ്പൊ 4 വർഷം. 4 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. അതെ. ഓക്കെ, ഇനി സസ്പെൻഷന്റെ കംപ്ലൈന്റ് വരും എന്നുള്ള സംശയത്തിന് എങ്ങനെ പറയണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓരോ സ്പ്രിങ്ങിന് അതിന്റെ സ്റ്റിഫ്നെസ്സിന് ഒരു അളവുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 35 സ്റ്റിഫ്നെസ് ഉള്ളതാണെന്ന് വിചാരിച്ചോ, നമ്മളുടെ പ്രൊഡക്റ്റ് ഇടുമ്പോൾ ഒരു 3 ന്യൂട്ടൺ സ്റ്റിഫ്നെസ് കൂടും. ഓക്കെ, ഒരു വളരെ കുറച്ചുള്ളൂ. 38 സ്റ്റിഫ്നെസ് ആണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ കുറേ വ്യത്യാസങ്ങളുണ്ടാവും. ആ വ്യത്യാസങ്ങളാണ് നമുക്ക് ഗുണങ്ങൾ കിട്ടുന്നത്. ബോഡി റോള് അങ്ങനത്തെ കുറച്ച് ഗുണങ്ങൾ കിട്ടുന്നത്. ഇനി ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഇപ്പോൾ ഒരു കാറ് ഒരു ഹമ്പിൽ നിന്ന് ചാടുക എന്ന് വിചാരിച്ചു. ഈ ചാടുമ്പോൾ നോർമലി ഉള്ള കാറിന്റെ വെയിറ്റിലും ഒരുപാട് കൂടുതലാണ് ആ സ്പ്രിങ്ങിലേക്ക് വരുന്നത്. ഒരുപാട് വലിയ വെയിറ്റ്. അപ്പോൾ അത്രയും ഫോഴ്സ് താങ്ങാൻ പറ്റുന്നതാണ് ആ സ്പ്രിങ്. അതുപോലെ തന്നെയാണ് അതിന്റെ ബാക്കിയുള്ള പാർട്സും സസ്പെൻഷനും. ആ കാറിന് നിലവിലുള്ള പവറിലും ഇരട്ടി കാപ്പബിലിറ്റി കാണും. അപ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റ് ഇടുമ്പോൾ 3 ന്യൂട്ടൺ സ്റ്റിഫ്നെസ് കൂടിക്കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും സസ്പെൻഷനോ അതിന്റെ ബാക്കി പാർട്സിലോ ഒരു എഫക്റ്റ് ഉണ്ടാക്കില്ല. അത്ര ചെറുതല്ല, അത്ര ലോലമല്ല സസ്പെൻഷൻ പാർട്സ്. അതെല്ലാം ഒരു കുറച്ച് ഓവർ എഞ്ചിനീയർഡ് ആയിരിക്കും.
ആയിരിക്കും. സ്ട്രോങ് ആയിരിക്കും. വണ്ടിയുടെ സ്പീഡ് പോലും എല്ലാവർക്കും അറിയാം, വണ്ടിയിൽ 200ഉം 250 ഒക്കെ കയറാൻ പറ്റുന്ന വണ്ടികളാണ്, പക്ഷേ 150, 170, 180 ഒക്കെ കയറുള്ളൂ. അതിനെയാണ് റീട്യൂൺ ചെയ്തിട്ട് ചെയ്യുന്നത്, കാപ്പബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഞങ്ങളിപ്പോൾ ഒരു 45,000 കാറിന്റെ മേളിൽ ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും. ഇന്ത്യയിൽ മൊത്തത്തില്? അതെ അതെ അതെ, 45,000 കാറ് അതിന്റെ മേളിൽ. ഓ, അപ്പോൾ അത്രയും കാറുകളിൽ ഇട്ടിട്ട് കംപ്ലൈന്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ കമ്പനി പൂട്ടിപ്പോകും തീർച്ചയായിട്ടും. പിന്നെ 7 വർഷം കണ്ടിന്യൂസ് ഒരു കാറിൽ യൂസ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് നമ്മൾ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മനസ്സിലായി? അപ്പൊ ഞങ്ങൾ എല്ലാവരും വണ്ടിയിൽ 4 വർഷം 5 വർഷമായിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി കംപ്ലൈന്റ് വരാൻ ചാൻസ് ഉണ്ട്. എങ്ങനെ സസ്പെൻഷൻ കംപ്ലൈന്റ് വരാൻ ഒരു 10 കാരണങ്ങളുണ്ടെന്ന് വിചാരിച്ചു. അതിൽ നമ്മളുടെ പ്രൊഡക്റ്റ് ഇട്ടിട്ടാണ് കംപ്ലൈന്റ് വരുന്നതെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ വേറെ ഏതെങ്കിലും ഒരു പാർട്സിന് എന്തെങ്കിലും കംപ്ലൈന്റ് വരാൻ ചാൻസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ പ്രൊഡക്റ്റ് ഇട്ട് യൂസ് ചെയ്തതിനു ശേഷം കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നേരെ നമ്മളുടെ പ്രൊഡക്റ്റ് ഇട്ടിട്ടാണെന്ന് പറയുള്ളൂ. അതെ അതെ അതെ. ഇപ്പൊ ഓൾറെഡി സസ്പെൻഷൻ മാറാറായിട്ടുള്ള വണ്ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് പോയി കഴിഞ്ഞാൽ ഇതുകൊണ്ടാണെന്നേ പറയാൻ പറ്റുള്ളൂ. നോർമലി ഒരു കാറിന് ഇത്ര നാൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ റോഡിന്റെ കണ്ടീഷൻ കൊണ്ടോ ഓടിക്കുന്ന ആളുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ കൊണ്ടോ സസ്പെൻഷൻ മാറാം, അത് നോർമലാണ്. അപ്പൊ അതാണ് ആ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ കുറെ അടുത്ത ഡൗട്ട്സ് ആണ്, അതായത് ടയർ ലൈഫിനെ ബാധിക്കുമോ എന്നുള്ളത്. ടയർ ലൈഫിനെ ബാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന്റെ അടിസ്ഥാനം എനിക്ക് അധികം മനസ്സിലായില്ല. അതായത് കാറിന്റെ ടയറിനെ സംബന്ധിച്ച് ഒരു ചേഞ്ചസും നമ്മുടെ പ്രൊഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വരുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ. ഞാനും ചിന്തിച്ചത് ടയർ ലൈഫിനെ എങ്ങനെ അത് ബാധിക്കാനാന്നുള്ളത് ഞാനും ആലോചിച്ചു. അതായത് ഇപ്പോ അലൈൻമെന്റില് കുറിച്ച് പറയുകയാണെങ്കിൽ കാസ്റ്റർ, ക്യാമറ, അങ്ങനെ കുറെ പോയിന്റ്സ് ഉണ്ട്, അറിയാലോ. അതില് ഒരു ചേഞ്ചും വരുന്നില്ല. അപ്പൊ സാധാരണ വേറെ ടയർ വരണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ചേഞ്ച് വരണം. അലൈൻമെന്റിൽ അപ്പൊ ചേഞ്ചസ് വരില്ല, വേണ്ട. അതിപ്പോ താങ്കൾക്ക് തന്നെ അത് പരിശോധിക്കാം. നമ്മളുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന മുമ്പ് അലൈൻമെന്റ് ചെക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്ത് കുറെ റൗണ്ട് അടിച്ചിട്ട്. ഞാനിത് ചെയ്യുന്നതിന് കുറച്ച് നാൾക്ക് മുമ്പാണ് അലൈൻമെന്റ് ചെയ്തത്. ഒരു കാരണവശാലും അലൈൻമെന്റിൽ ഒരു ചേഞ്ച് വരില്ല. വേറെ ടയർ വരണമെന്നുണ്ടെങ്കിൽ അലൈൻമെന്റിൽ ചേഞ്ച് വരണം. സ്പ്രിങ്ങിന്റെ ടെൻഷൻ അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് ചെറുതായിട്ട് കൂട്ടിയെന്ന് വിചാരിച്ചു ഒരിക്കലും വരില്ല. ഓക്കെ. അതുപോലെ വേറൊരു കാര്യമായിരുന്നു ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ കാര്യം. എന്നോട് പേഴ്സണലി കുറെ പേര് ചോദിച്ചായിരുന്നു ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുന്നുണ്ടോ ബ്രോ എന്നുള്ളത്. അതിൽ എൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ എൻ്റെ ടയറിന്റെ പ്രൊഫൈൽ കുറച്ച് കുറഞ്ഞായിരുന്നു. ഒരു 80 പ്രൊഫൈലിൽ നിന്ന് ഞാൻ 65 പ്രൊഫൈലിലോട്ട് മാറി. അപ്പോൾ ഏകദേശം ഒരു 15 mm പ്രൊഫൈൽ എനിക്ക് കുറഞ്ഞു. അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് വണ്ടി ഒന്ന് താന്നു. ഓക്കെ. പക്ഷേ ഇതിട്ടപ്പോൾ അത് വീണ്ടും പൊങ്ങി. അപ്പൊ ആ ഒരു ഇതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പീരിയൻസ്. വേറെ വണ്ടികൾക്കൊക്കെ എല്ലാ വണ്ടികൾക്കും ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടും. ഗ്രൗണ്ട് ക്ലിയറൻസ് എങ്ങനെ മീൻസ് നമ്മൾ കോയിൽ സ്പ്രിങ്ങിന്റെ ഇടയ്ക്കാണ് വെക്കുന്നത്. നമ്മൾ ജാക്ക് വെച്ച് വണ്ടി പൊക്കാൻ നേരത്തെ സ്പ്രിങ് വലിയല്ലോ, എക്സ്പാൻഡ് ആവുന്ന ഗ്യാപ്പിലാണ് നമ്മളുടെ ഈ കാർ സ്റ്റെബിലൈസർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. തിരിച്ച് ജാക്ക് ഇറക്കാൻ നേരത്തെ ആ അത്രയും ഭാഗത്തെ സ്പ്രിങ് ഒരു പരിധി വരെ ഇറങ്ങുള്ളൂ. അപ്പോൾ ഒരു 1 ഇഞ്ചിന്റെ അടുത്ത് അവിടെ ഒരു വ്യത്യാസം വരും, എക്സ്ട്രാ നമുക്ക് കിട്ടും. അപ്പോൾ ആ സ്പ്രിങ്ങിന്റെ ട്രാവലിനെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു എന്നുള്ള വളരെ ചെറിയ രീതിയിൽ. ഇത് ഒരു റബ്ബർ ആയതുകൊണ്ട് ഒരു ഹാർഡ് കട്ട എടുത്തു വെച്ച ഫീൽ അല്ല കിട്ടുന്നത്. കാറിന്റെ വെയിറ്റ് അനുസരിച്ച് ഈ സ്പ്രിങ് അഡ്ജസ്റ്റ് ആവും, ഈ റബ്ബർ അഡ്ജസ്റ്റ് ആവും. അപ്പൊ ഒരിക്കലും ഇതൊരു ബ്ലോക്ക് ചെയ്യല്ല ചെയ്യുന്നത്, ചെറിയൊരു കൺട്രോൾ. അതും ഒരു സ്പ്രിങ്ങിന്റെ സെൻട്രൽ കോയിലും മാത്രം. അപ്പർ കോയിലും ലോവർ കോയിലും നോർമൽ ഉള്ള ആക്ഷൻ കിട്ടും. ഓക്കെ. അത് വേറെ കോയിൽസിലോട്ട് മാറ്റി ഇടാൻ പറ്റുമോ? മീൻസ് എന്നോട് അന്ന് ഇടാൻ നേരത്തെ ചോദിച്ചിരുന്നു ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ല രീതിയിൽ വേണ്ട രീതിയിലാണോ ഇടേണ്ടതെന്ന് ചോദിച്ചിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ചില സമയത്ത് 2 സൈസസ് സൂട്ടബിൾ ആയിട്ട് വരും. അപ്പൊ ഒരു സൈസ് അതിനകത്ത് കുറച്ച് ടൈറ്റ് ആയിരിക്കും. കറക്റ്റ് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ സ്റ്റിഫ്നെസ്, ഇപ്പൊ 3 ന്യൂട്ടൺ സ്റ്റിഫ്നെസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് 4 ആവും. അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് സൈസ് ഇട്ട് കൊടുത്താൽ ഏറ്റവും മാക്സിമം ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടും. ഓക്കെ. അപ്പോൾ അതാണ് ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ കാര്യം. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ നമ്മൾ കാണിച്ചിരുന്നത്. അപ്പോൾ ഇതിനകത്തെ ഏറ്റവും ഒരു കാര്യം 1 month മണി ബാക്ക് ഗ്യാരണ്ടി ഉണ്ട് അല്ലേ. ഒരു മാസം ഇട്ടിട്ട് നിങ്ങൾക്ക് ഓടിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു കൊണ്ടു കൊടുക്കാം, ഫുൾ എമൗണ്ട് റീഫണ്ട് കിട്ടും. ചെറിയ ലേബർ കോസ്റ്റ് വല്ലതും കുറയുമായിരിക്കുന്നുള്ളൂ, അല്ലാതെ ഫുൾ എമൗണ്ട് റീഫണ്ട് കിട്ടും. അപ്പം അത് അങ്ങനെ ആയാലും വന്ന് തിരിച്ച് മാറ്റിയിട്ടുണ്ടോ? വന്നിട്ടുണ്ട്, വളരെ വളരെ അപൂർവമായിട്ട് വന്നിട്ടുണ്ട്. 2-3 രീതികൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ചിലവർക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവാതെ വരാം. അപ്പോൾ അവർ ആദ്യം വന്നിട്ട് ഇതിന് ഞങ്ങൾ വിചാരിച്ച അത്ര റിസൾട്ട് ഇല്ല, നമുക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോകും. പക്ഷെ പോകുന്ന വഴിക്ക് അവർക്ക് മനസ്സിലാവും ഇത്ര നാളും വേറൊരു ഫീൽ ആയിരുന്നു, ഇപ്പോൾ ഊരി കഴിഞ്ഞപ്പോഴായിരിക്കും അതിന് വ്യത്യാസം മനസ്സിലാക്കുന്നത്. പിന്നെ ചില വണ്ടികളുണ്ട് ഭയങ്കര ഓവർ സ്റ്റിഫ് സസ്പെൻഷൻ ഉള്ള വണ്ടികൾ. അതിൽ അവർ വളരെ സോഫ്റ്റ് ആവും എന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഈ പ്രൊഡക്റ്റ് ഇടുന്നത്. അവർക്ക് അങ്ങനെയുള്ളവർ തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ അല്ലാതെ വളരെ വിരളമായിട്ടാണ് തിരിച്ചു വന്നത്. അപ്പൊ ഈ പറഞ്ഞ ഇപ്പം ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാ വണ്ടികളും സ്യൂട്ട് ആവും. ഇപ്പം
എല്ലാ വണ്ടികളും ഇടാൻ പറ്റും, കോയിൽ സ്പ്രിംഗ് സസ്പെൻഷനുള്ള എല്ലാ വണ്ടിക്കും ഉള്ള എല്ലാ വണ്ടിക്കും ഇടാം. അപ്പം ഇപ്പൊ ബെറ്റർ സസ്പെൻഷൻ ആയിട്ടുള്ള വണ്ടികൾ ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സിട്രോണിന്റെ വണ്ടികൾ അല്ലെങ്കിൽ റെനോ ഡസ്റ്റർ, അതിന്റെയൊക്കെ ഓൾറെഡി ബെറ്റർ സസ്പെൻഷൻ ആണ്. അപ്പൊ അതിലൊക്കെ ഇതിട്ട് കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്? അപ്പൊ അതിനൊക്കെ വലിയ റെക്കമെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്താണ് അതിനകത്ത് പറയാനുള്ളത്? അത് മെയിനായിട്ട് ഓടിക്കുന്ന ആളുടെ ഒരു ആവശ്യകത പോലെയാണ്. ഇപ്പോൾ ഈ ഡസ്റ്റർ ആണെങ്കിൽ വളരെ സ്ലോയിൽ പോകുന്ന ആളാണ്, അതിന്റെ സോഫ്റ്റ്നെസ് ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇതിന്റെ ആവശ്യമില്ല. ഇല്ല. പക്ഷേ കുറച്ചും കൂടി സ്പീഡിൽ പോകുന്ന ആളാണ്, അല്ലെങ്കിൽ ബോഡി റോളിംഗ് പ്രശ്നമാണ്, ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോഴോ ഒറ്റയ്ക്ക് പോകുമ്പോഴോ തന്നെ ഈ റോഡിന്റെ അൺഈവനെസ് കൊണ്ടുള്ള ഒലച്ചിൽ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള സൊല്യൂഷനാണ്. ഓക്കെ. അപ്പം അങ്ങനെ സസ്പെൻഷൻ ഉള്ളവർക്ക് അതെ. പിന്നെ അതുപോലെ ഇപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഹമ്പ് കയറുമ്പോൾ അടി തട്ടുന്ന പ്രശ്നം ഉണ്ടാവാം. ചില സ്ഥലത്ത് വീടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലിപ്പ് തട്ടുന്നുണ്ടാവാം. അങ്ങനെയുള്ളവർക്കൊന്നും വേറെ സൊല്യൂഷൻ ഇല്ല. അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആഫ്റ്റർ മാർക്കറ്റ്. ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ, ടയർ മാറ്റിയപ്പോൾ എൻ്റെ പ്രൊഫൈൽ കുറഞ്ഞപ്പോൾ നല്ലതായിട്ട് താന്നായിരുന്നു. നല്ലതായിട്ട് മീൻസ് ഒരു 15 mm താന്നായിരുന്നു. അത് പക്ഷേ തിരിച്ച് പഴയ പോലെ ആയി. അതാണ് എനിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യം. പിന്നെ ഇതിന്റെ പ്രൈസ്, അതാണ് എല്ലാവരും ചോദിക്കുന്നത്. ഈ ഒരു സംഭവത്തിന്റെ പ്രൈസ് എത്ര ആയിരുന്നു? ഒരു വീഡിയോയിലും പറയുന്നില്ല എന്നുള്ളൊരു ഇത് നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടില്ല. ഇതിന്റെ പ്രൈസ് എത്രയാണ്? ഇത് ടോട്ടലി 7 സൈസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടലി ഇതിന്റെ റേറ്റ് പറയുന്നത് പെർ കാറാണ്. ഒരു കാറിന് ഏറ്റവും ചെറിയ സൈസ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ 7500 വരും. അതായത് ചെറിയ സൈസ് മീൻസ് സ്വിഫ്റ്റ്, നമ്മുടെ സ്വിഫ്റ്റ് പോലത്തെ കാറിന്റെ സൈസ് അല്ല, സ്പ്രിങ്ങിന്റെ ഗ്യാപ്പ് ആണ്. സ്പ്രിങ്ങിന്റെ ഗ്യാപ്പ്. അതായത് ഇപ്പോ ഫോർച്യൂണർ വലിയ വണ്ടിയാണ്, അതിന്റെ സ്പ്രിംഗ് ഗ്യാപ്പ് ചെറുതാണ്. അപ്പൊ അതിനൊക്കെ ചെറിയ സൈസ് ഇട്ടാൽ മതി. 7500 റേഞ്ച് വരും. അപ്പോൾ അതിടുമ്പോൾ ഫോർച്യൂണറിൽ ഇട്ട ഗ്രൗണ്ട് മീൻസ് ബോഡി റോളിംഗ് കുറയോ? നല്ല വ്യത്യാസം ഉണ്ടാവും. അതിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്, ഒരുപാട് പേരുണ്ട്. ഓക്കെ. ഒറ്റയ്ക്കൊക്കെ ഓടിച്ചു പോകുന്നവരാണ് കൂടുതലും ഈ ബുദ്ധിമുട്ട് പറയാറ്. പിന്നെ അതിന് മേളിലുള്ള സൈസസ് ഒക്കെ വരുമ്പോൾ 8500 അങ്ങനെ പോയി. ഏറ്റവും വലിയ സൈസ് വരുമ്പോൾ 10500 നിൽക്കും. വലിയ സൈസിന്റെ ഒരു എക്സാമ്പിൾ ഏത് കാറായിരിക്കും? അതും ഒരു കോമഡിയാണ്. ഇയോൺ ശരിക്കും പറഞ്ഞ ചെറിയ വണ്ടിയാണ്, വലിയ സൈസാണ്. പിന്നെ ചില ആൾട്ടിസ്, അതുപോലെ ചില നെക്സോൺ, അതൊക്കെ വലിയ സൈസാണ് വരുന്നത്. ഫോർച്യൂണറിന് ഇടണമെങ്കിൽ 7000, ഇയോൺ ഇടണമെങ്കിൽ 10000. സസ്പെൻഷന്റെ വ്യത്യാസം വെച്ചിട്ടാണ് അതിന്റെ ഒക്കെ കാര്യം. കൂടുതൽ എന്നാലും ഒരു മീഡിയം സൈസാണ് വരാറ്. 3-4 സൈസാണ് കൂടുതലും വരാറ്. അപ്പോൾ എല്ലാവരും ഡൗട്ട് കാണും, ഈ ഒരു റബ്ബർ പീസിന് എന്താണ് ഇത്രയും പ്രൈസ് വരാൻ കാരണമെന്ന്. ഓക്കെ, അത് വളരെ ന്യായമായിട്ടുള്ള ഡൗട്ടാണ്. ഒന്നാമത്തെ കാര്യം, ഈ സസ്പെൻഷൻ സ്പ്രിങ്ങിന്റെ ഉള്ളിരുന്ന് ഒരുപാട്, അതായത് 2 ടൺ അല്ലെങ്കിൽ 1.5 ടൺ വെയിറ്റ് ഉള്ള വാഹനം, അതിന്റെ സ്പ്രിങ് മൊത്തം ഇതിലേക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ ത്രൂ ഔട്ട് ഞങ്ങൾ പറയുന്നത് 10 വർഷം ഇതിന്റെ ഫ്ലെക്സിബിലിറ്റി ഇങ്ങനെ ലോങ് ലാസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ അത്രയും ഡ്യൂറബിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ക്വാളിറ്റിയിൽ നിർമ്മിച്ചാലാണ്, എത്രത്തോളം പ്രീമിയം സിലിക്കൺ ആഡ് ചെയ്താലാണ് അത്ര ക്വാളിറ്റി റിസൾട്ട് കിട്ടാന്നുള്ളതാണ്. പിന്നെ അതുപോലെ എത്ര ചൂടത്തും ഇതിന്റെ പ്രോപ്പർട്ടി മാറൂല. ഇപ്പൊ GCC കൺട്രീസിലൊക്കെ ഒരുപാട് പേര് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചു പോകുന്നുണ്ട്. അതെ, അവിടെ നിന്ന് അളവെടുത്ത് ഞങ്ങൾക്ക് തരും, ഞങ്ങൾ ചൂസ് ചെയ്ത് ഇവിടെ നിന്ന് അയച്ചു നാട്ടിൽ വരുമ്പോൾ കൊണ്ടുപോകാറുണ്ട്. ഡയറക്റ്റ് നമ്മൾ GCC കൺട്രീസ് എക്സ്പോർട്ടും ഉണ്ട്. അപ്പോൾ അവരൊക്കെ ആദ്യം ചോദിക്കുന്നത് ഇവിടുത്തെ ചൂടിൽ ഇത് പറ്റുമെന്നുള്ളത്. 98 ഡിഗ്രി വരെ ഇതിന്റെ പ്രോപ്പർട്ടി മാറൂല എന്നുള്ളതാണ് നമ്മളുടെ R&D ടീം നമ്മളത് പറയുന്നത്. അപ്പോൾ പ്രൈസിന്റെ കാര്യം പറയുമ്പോൾ പറയാനുള്ളത്, ഈ ഒരെണ്ണത്തിന്റെ പ്രൈസ് അല്ലെങ്കിൽ 7000 എന്നുള്ളത് ഒരു വണ്ടിയുടെ ടോട്ടൽ ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം എനിക്ക് കുറേ കമന്റ്സും കുറേ മെസ്സേജസും വന്നിരുന്നത് 2 സസ്പെൻഷനിലാണ് ഇടേണ്ടത് എന്നുള്ള കുറേ ഡൗട്ട്സ് ഒക്കെ വന്നായിരുന്നു. അപ്പം 4 സസ്പെൻഷനിൽ ഇടണം, 2 സസ്പെൻഷനിലായിട്ട് ഇടാൻ പറ്റുമോ എന്നൊക്കെ ആൾക്കാർ ചോദിച്ചായിരുന്നു. അതിന്റെ എന്താണ് പറയുന്നത്? അതായത് നമ്മൾ ബാക്കിൽ 2 സ്പ്രിങ്ങിന് മാത്രം ടെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈക്വലി സ്റ്റിഫ്നെസ് ഈക്വലി 4 ഇതിലും കൊടുക്കണം. പിന്നെ ചിലരിപ്പോൾ CNG ഇൻസ്റ്റാൾ ചെയ്യുന്നവര് ബാക്ക് സ്പ്രിങ് ഇറങ്ങിയിട്ടോ എന്ന് ചോദിക്കും. സ്പ്രിങ് സാക്ക് ചെയ്തിട്ടുണ്ട് ബാക്കിൽ. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഞങ്ങൾ പറയുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് ഇത് ഫ്രണ്ടിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. കംഫർട്ടിലും വ്യത്യാസം വരും, എന്നാൽ നിങ്ങളുടെ സ്പ്രിങ് ചെയ്യും. അപ്പൊ 2 എണ്ണമായിട്ട് മതി എന്ന് പറയുന്നവർക്ക് 2 എണ്ണം കൊടുക്കും. ഞങ്ങൾ കമ്പനി സജസ്റ്റ് ചെയ്യാം, അവരവരുടെ ഇഷ്ടത്തിന് ഡീലേഴ്സിന്റെ അടുത്തൊക്കെ വാങ്ങി ചെയ്യാറുണ്ട്. ഡീലേഴ്സ് പറഞ്ഞാൽ ഇത് മേടിക്കണമെങ്കിൽ എറണാകുളം വരെ വരണോ? വേണ്ട, കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും നമുക്ക് ഡീലേഴ്സ് ഉണ്ട്. നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ചാലോ വാട്സാപ്പ് ചെയ്താലോ അവരുടെ സ്ഥലത്തുള്ള കറക്റ്റ് ഡീറ്റെയിൽസും അയച്ചു കൊടുക്കും. അപ്പൊ ഇവിടെ ചെന്നാൽ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പറയും, അപ്പം വന്ന് മേടിക്കാം. പിന്നുള്ളൊരു പ്രധാന കാര്യമാണ്, ഇത്രയും ഗുണങ്ങളുണ്ട് ഈ പ്രൊഡക്റ്റിന് എന്നാണ് പറയുന്നത്. ഇപ്പം യൂസ് ചെയ്തപ്പോൾ എനിക്കും ഫീൽ ചെയ്തു, യൂസ് ചെയ്തിട്ടുള്ള പലർക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് ഇത് കമ്പനി ചെയ്ത് കൊടുക്കുന്നില്ല? മാനുഫാക്ചറർ എന്തുകൊണ്ട്? എന്തായാലും അവർ കുറേ R&D അല്ലെങ്കിൽ കുറേ
ഫണ്ടൊക്കെ ഇറക്കിയിട്ടാണ് അവരൊരു വണ്ടി ഡിസൈൻ ചെയ്യുന്നത്, മൊത്തത്തിൽ മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്തുകൊണ്ട് ഇതും കൂടെ ഇതുപോലെ അല്ലെങ്കിൽ ഇതിന് ആപ്റ്റായിട്ടുള്ള ഒരു സബ്സിഡറി പ്രൊഡക്റ്റ് പോലെ ഒന്നും ഇറക്കുന്നില്ല, അവരുടെ വണ്ടിയിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല? അതായതിപ്പോൾ ഈ ഒരു ചോദ്യം 4 വർഷമായിട്ട് ഞങ്ങളുടെ കമൻസിൽ സ്ഥിരമായിട്ട് വരുന്ന, അതായതിപ്പോൾ ആൾക്കാർ ചിന്തിക്കണമെന്ന് വെച്ചാൽ ഇത് ഇത്ര വലിയ സംഭവമാണെങ്കിൽ എന്തുകൊണ്ട് കാറ് ചെയ്യുന്നില്ല എന്നല്ല. ഇതിന് ആദ്യം തന്നെ പറയാനുള്ള വെച്ചാൽ ഇതൊരു ആഫ്റ്റർ മാർക്കറ്റ് പ്രൊഡക്റ്റ് ആണ്. അതായത് കാറ് മാനുഫാക്ചറിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കസ്റ്റമറിന് ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇടാം, വേണമെങ്കിൽ ഇടണ്ട. ഒരു എക്സാമ്പിൾ പറയാം, ഇപ്പോൾ ഹെഡ്ലൈറ്റിന് വെളിച്ചം കുറവാണ്, മാറ്റി വേറെ ലൈറ്റ് ഇടാം. അല്ലെങ്കിൽ മ്യൂസിക് സിസ്റ്റം സൗണ്ട് ക്ലാരിറ്റി പോരാ, അപ്പോൾ നോർമൽ കമ്പനി സ്പീക്കർ പോരാ, വേറെ സ്പീക്കർ മാറ്റിയിടാം. അതേപോലെ ഓവർ കമ്പനി മാനുഫാക്ചർ ചെയ്ത കാറിൽ കുലുക്കം കുറച്ച് കൂടുതലാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെറിയൊരു കൺട്രോൾ കൊടുക്കുന്നു. അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ജസ്റ്റ് ഒന്ന് കൂട്ടുന്നു. അത് മാനുഫാക്ചർ എല്ലാ കാർ മാനുഫാക്ചർ ഒരു മിനിമൽ രീതിയിലായിരിക്കും കാർ മാനുഫാക്ചർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ സസ്പെൻഷന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ കംഫർട്ട് നോക്കണം, സ്റ്റെബിലിറ്റി നോക്കണം, അതിന് ഡ്യൂറബിലിറ്റി നോക്കണം. ഈ 3 കാര്യങ്ങൾ നോക്കിയിട്ട് ഒരു മീഡിയം ലെവലിൽ അവർ ഈ ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു സസ്പെൻഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവരത് കസ്റ്റമേഴ്സിനെ കൊടുക്കുന്നു. ചില കസ്റ്റമേഴ്സിന് സോഫ്റ്റ്നെസ് ഇഷ്ടപ്പെടാം, ചില കസ്റ്റമേഴ്സിന് സോഫ്റ്റ്നെസ്സിന്റെ പ്രശ്നം കാരണം ബോഡി റോളിങ് അനുഭവപ്പെട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യവും മാനുഫാക്ചേഴ്സിന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു ആഫ്റ്റർ മാർക്കറ്റ് പ്രൊഡക്റ്റ് ആണ് ഇത്. അതായത് പെട്ടെന്ന് എനിക്ക് തോന്നിയത് ഇപ്പം ചില ഹ്യുണ്ടൈസ് അല്ലെങ്കിൽ ചില വണ്ടികളുടെ ഒക്കെ സ്റ്റിയറിംഗ് ഭയങ്കര സിംഗിൾ പെഡൽ മീൻസ് സിംഗിൾ ഫിംഗർ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ചിലർക്ക് അത് ഇഷ്ടമല്ല, കുറച്ചൊരു ടൈറ്റ്നസ് ഉണ്ട്, കുറച്ച് സ്റ്റിഫായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. റോഡുമായിട്ടൊരു കോണ്ടാക്ട് ഫീൽ ചെയ്യണമെങ്കിൽ അത് വേണമെന്ന് ചിലരുടെ ആഗ്രഹം. അതുപോലെ വണ്ടിയുടെ പവറിന്റെ കാര്യം പറയാം. കമ്പനിക്ക് മീൻസ് 200 വരെ പുഷ് ചെയ്യാൻ പറ്റുന്ന പല വണ്ടികളും 150 വരെ പോകാൻ പറ്റുള്ളൂ, കമ്പനി ലിമിറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അത് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റിലായിട്ട് റീട്യൂൺ ചെയ്ത് മാപ്പ് ചെയ്ത് നമുക്ക് അതിന്റെ പവർ BHP ഒക്കെ കൂട്ടാൻ പറ്റും. അതുപോലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇതെന്നാണ് പറയുന്നത് അല്ലേ? അതെ. അതുമല്ല, ഇത് ഞങ്ങൾ കണ്ടുപിടിച്ച പ്രൊഡക്റ്റ് അല്ല. ഒരു 20 വർഷമായിട്ട് എല്ലാ രാജ്യങ്ങളിലും ഒരുപാട് കമ്പനികൾ ഇപ്പോഴും സെല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. കേരളത്തിൽ അത് ഞങ്ങളാണ് കൂടുതൽ മാർക്കറ്റ് ചെയ്തതും കൂടുതൽ പ്രൊമോട്ട് ചെയ്തതും. അപ്പോൾ ആദ്യത്തിൽ കേരളത്തിൽ ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, ആ ഒരു ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ എല്ലാവരും ഈ കമന്റ് ചെയ്യുന്നത്. ഓക്കെ, ഏതായാലും എന്റെ യൂസിൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങളുടെ വണ്ടിയിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് നോക്കി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ എടുത്തോളൂ, ഉറപ്പാണല്ലോ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമുക്ക് കാർ സ്റ്റെബിലൈസർ പ്രോയെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് കുറേ ഡൗട്ട്സ് ഉള്ളതിൽ നമുക്ക് കുറേ കമൻസ് വന്നു. അതിലൊരു കോമൺ കമൻസ് ആണ് നമ്മൾ വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ മറുപടിയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരു വർഷം കഴിഞ്ഞ് ഞാനും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം. ഇനി ഇതിന്റെ ടെക്നിക്കലി എന്താണ് ഇതിന്റെ വശം എന്നുള്ളത് ഇപ്പൊ ടെക്നിക്കലി പറയണതിനെ കുറിച്ച് അധികം പറയണം. ഒരു വീഡിയോയിൽ കുറെ നേരം പറഞ്ഞത് ബോറാവും. ആർക്കെങ്കിലും ടെക്നിക്കലി ഇതിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. വേണമെങ്കിൽ നമുക്കത് പിൻ ചെയ്യാം കമന്റിൽ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ടെക്നിക്കലി അതിന്റെ ചിലവർ ചോദിക്കാറുണ്ട് ഇതിനൊരു ശാസ്ത്രീയ അടിത്തറ ഉണ്ടോ, ഇതിന്റെ പിന്നിൽ ആറാണ്ടി ഉണ്ടോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇത് റോഡ് ടെസ്റ്റ് ചെയ്തതാണോ? പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് ജസ്റ്റ് ഞങ്ങൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് റബ്ബറിന്റെ കെമിക്കൽസ് കൊടുത്ത് ഉണ്ടാക്കിയെടുത്തേക്കുന്നതല്ല. ഇതിന്റെ ഓൾറെഡി 20 വർഷം മുമ്പ് ഇതിന്റെ ആറാണ്ടിയൊക്കെ കഴിഞ്ഞ് ഈ ഒരു പ്രൊഡക്റ്റ് ഇറക്കിയേക്കുന്നതാണ്. ഞങ്ങളുടെ ഒരു ആറാണ്ടിനകത്ത് കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഇതിന്റെ ഡ്യൂറബിലിറ്റി ആണ്. ലോകത്തുള്ള എല്ലാ ബ്രാൻഡിനും ഒറ്റ പ്രശ്നമുള്ളൂ, അത് പെട്ടെന്ന് ഹാർഡായി പോകും. ഞങ്ങള് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്തിട്ടാണ് ഇറക്കിയേക്കുന്നത്. പക്ഷെ ഇവിടെ ഇപ്പോഴും ടെക്നോളജി അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വിഷയം. ഇപ്പൊ നിലവിൽ എന്തെങ്കിലും സ്ട്രഗിൾസ് ഉണ്ടോ? മീൻസ് ഇനി ഇംപ്രൂവ് ചെയ്യണമെന്നുള്ള കാര്യം എന്തെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റിൽ ഉണ്ടോ? നിലവിൽ ഇപ്പോ ഇതിലും ബെറ്റർ ആക്കാനുള്ള എന്തെങ്കിലും കാര്യം ഇതിലുണ്ടോ? അത് ഞങ്ങളുടെ സൈഡിൽ എന്താ പറയുക, നമുക്കൊരു R&D ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഗുജറാത്തിലാണ് അതിന്റെ മാനുഫാക്ചറിങ്ങും R&D യൂണിറ്റും. ഞങ്ങൾ ചില കാറുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ സ്റ്റിഫ് സസ്പെൻഷൻ വരുന്ന കാറുകൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ സ്റ്റിഫ് സസ്പെൻഷൻ കാറുകൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സ്റ്റഡിയും റിസർച്ച് അവിടെ നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ അതിനെക്കുറിച്ച് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെയായിരുന്നു നമുക്ക് അറിയാനുണ്ടായിരുന്നത്. നമ്മളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ വശങ്ങളൊക്കെ നമ്മൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുന്നതായിരിക്കും. അപ്പം താങ്ക് യു സോ മച്ച്. ഓക്കെ, ബ്രോ, നമുക്ക് നല്ലൊരു എക്സ്പ്ലനേഷൻ കിട്ടി. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഏത് ഷോറൂമിൽ മീൻസ് നിങ്ങളുടെ ഏത് സ്ഥലമാണോ
അവിടെ തന്നെ മീൻസ് എല്ലാ കാറിൻ്റെ അക്സസറീസ് കിട്ടുന്ന ഷോപ്പിലും ഉണ്ടാവും. അത് ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഷോപ്പിലാണ് കിട്ടുന്നതെന്ന് അറിയാൻ സാധിക്കും. അതനുസരിച്ച് നിങ്ങൾക്ക് പോയി അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരു 15 മിനിറ്റത്തെ കാര്യമുള്ളതെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഞാൻ ചോദിച്ചു ഇത്രേ ഉള്ളൂ. ഇതിൽ ഞാൻ കൊണ്ടിട്ടപ്പോൾ എനിക്ക് മനസ്സിലായി 15 മിനിറ്റത്തെ കാര്യമുള്ളൂ. കാരണം ഒന്നുമില്ല, വണ്ടി ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. വലിയ കോംപ്ലിക്കേഷൻ ഉള്ള കാര്യമൊന്നുമില്ല. സിമ്പിൾ ഫിസിക്സ് ആണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം ഈ പ്രൊഡക്റ്റിനെ പറ്റി നിലനിൽക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ, നമ്മളതും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.